ഹായ്. രാവിലെ തന്നെ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പറയേണ്ടതില്ല, ഭയങ്കര മഴക്കാലമായിരിക്കും. അപ്പോൾ അന്ന് കുറച്ച് ചീര പറിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചീര താഴെയാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു 2 അടി താഴ്ചയിൽ കുറച്ച് വസ്തുവുണ്ട്. അവിടെയാണ് ചീര നട്ടേക്കുന്നത്. അപ്പോൾ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിൽ വെള്ളം കിട്ടും. അതുകൊണ്ട് തന്നെ ചീര പറിക്കാമെന്ന് വിചാരിച്ചു. 2 സ്ഥലത്തായിട്ട് കുറച്ച് ചീര നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനി നിർത്തി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം പാകമായതൊക്കെ ഇനി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് മോളും കൂടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവൾ ഉറക്കം എഴുന്നേറ്റ് വരുന്നതാണ്. എന്നെ കണ്ട ഉടനെ അവളും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അത്യാവശ്യം വലുതായി എന്ന് തോന്നിയ ചീരകളെ എടുത്തിട്ടുള്ളൂ. ഞാൻ കൂടുതലും ഇവിടെ നടുന്നെങ്കിൽ ചീര, കോവൽ, പയർ അങ്ങനെ നടാറുള്ളൂ. എനിക്ക് അങ്ങനെ കിട്ടാറുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ അതെല്ലാം കൂടി അത്യാവശ്യം കറി വെക്കാറായതെല്ലാം ഞാനിങ്ങെടുത്തു. പച്ചച്ചീരയും ചുവന്ന ചീരയും ഉണ്ടായിരുന്നേ. അങ്ങനെ രണ്ടും കൂടി കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്, തോരൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ വന്നപ്പോൾ അൻവി മോളും കൂടി എൻ്റെ കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ ചെരുപ്പ് പോലും ഇടാതെയാണ് ആൾ വന്നത്. പിന്നെ ഞാൻ ആളെയും കൊണ്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോയേ. പിന്നെ കോവലെല്ലാം ഒടിഞ്ഞു വീണതെല്ലാം നമ്മൾ കെട്ടി വെച്ചത് ഇപ്പോൾ ശരിയായിട്ട് കായകളൊക്കെ വന്നിട്ടുണ്ട്. മിഹാർ വീടിൻ്റെ മുകളിൽ ചോർച്ചയുള്ളതുകൊണ്ട് ടാർപ്പും ഇട്ടിരുന്നു. അതെല്ലാം കീറിപ്പോയതുകൊണ്ട് അകത്തിപ്പോൾ ചോർച്ചയുണ്ടേ. അപ്പം മോളും കൂടി ഇറങ്ങി വരുന്നുണ്ട്. പിന്നും ചീര എടുക്കാനായിട്ട് വന്നു. ഞാൻ പിന്നെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് നട്ടിരുന്നേ. അപ്പോൾ അതിനകത്തുനിന്നും കൂടി കുറച്ച് ചീര എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഒരു കറിക്ക് അത് മതി. ഉച്ചക്കത്തേക്ക് മാത്രമാണ് ചോറ് കഴിക്കുക. അപ്പോൾ ചോറിൻ്റെ കൂടെ ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് അത്രയും മതിയാവും. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു തേങ്ങ ഇടന്നായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങ കൂടി പോയി എടുത്തു. സാധാരണ തേങ്ങയൊക്കെ വീണ് അടപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അടപ്പിക്കാത്തത് കൊണ്ട് തന്നെ തേങ്ങ വീണ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു തേങ്ങയും കിട്ടി. അങ്ങനെ ഞാനും അന്യമോളും കൂടി തേങ്ങയൊക്കെ എടുത്തിട്ട് ചീരയും കൊണ്ട് വരികയാണ്. ഹാപ്പി ഗാർഡനിങ്.